അതിനിടെ ഇതാ ഒരു വാർത്ത വരികയാണ്. അങ്കമാലിയിൽ എന്നാണ് അവിടെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ദേശീയപാതയോരത്ത് പ്രവർത്തിക്കുന്ന ബാബൂസ് ട്രേഡ് ലിങ്ക്സ് എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. 4 ഫയർ യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീയടയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. റാംഷാ CP ആണ് ചേരുന്നത്. റാംഷാ, വലിയ പുകച്ചുരുളുകൾ നമുക്ക് കാണാം. വലിയ തീപിടുത്തമാണോ? ആളുകൾ ഉണ്ടായിരുന്നോ അതിനകത്ത്? ഇതാ തീർച്ചയായും വലിയൊരു തീപിടുത്തമാണ്. ആളുകളും ഉണ്ടായിരുന്നു, പക്ഷേ ആളുകൾക്കാർക്കും അപകടം സംഭവിച്ചിട്ടില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും അത് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. ആളുകളെല്ലാം ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ ജീവനക്കാർ ഉൾപ്പെടെ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം വലിയ ഒരു തീപിടുത്തമാണ്. ഒരു സ്റ്റേഷനറി സ്ഥാപനമാണ്, അതിൻ്റെ ഗോഡൌൺ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് പൂർണ്ണമായും കത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇപ്പോൾ 4 ഫയർ സ്റ്റേഷനുകൾ എത്തിയാണ് ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നത്. ഏതായാലും വലിയ തീപിടുത്തം തന്നെയാണ്. കട പൂർണ്ണമായും കത്തി നശിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോഴും തീ പൂർണ്ണമായും അണക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ അതിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും തീ പടരുന്നുണ്ട്. തീ പുറത്തേക്കുൾപ്പെടെ കത്തിപ്പടരുന്ന രീതിയിലേക്ക് തീ ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്കമാലി റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ഈ ബാബൂസ് ട്രേഡ് ലിങ്ക്സ് എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു സ്റ്റേഷനറി കടയും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഗോഡൌണും കൂടിയുണ്ട്. സ്വാഭാവികമായും ഓണമാണ്. ഓണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഇറക്കി വിൽപ്പനയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരു സമയത്താണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും തീപിടുത്തത്തിന്റെ കാരണങ്ങളും മറ്റുമൊക്കെ ഇനി വരും സമയങ്ങളിൽ വ്യക്തമാകേണ്ടതാണ്. വിവരങ്ങൾ ശേഖരിക്കുക. ഏതായാലും വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലാണ്. തീ അടയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. തൊഴിലാളികൾ ഏതായാലും ഓടി രക്ഷപ്പെട്ടു. അതുകൊണ്ട് നാശമില്ല എന്ന ആശ്വാസകരമായി വിവരം വരുന്നു.